ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 12:20. തലേ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഇപ്പം ഒന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. മേക്കപ്പ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. ഹെയറും ഒക്കെ കഴുകണം, കുളിക്കുകയൊക്കെ ചെയ്യണം. 1 മണിക്ക് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. ഇന്നെൻ്റെ കല്യാണമാണ് 1 മണിക്ക്. ഇന്നെൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് 1 മണി തൊട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് പുലർച്ചെ പോകണം കണ്ണൂരേക്ക്. അപ്പോൾ ഇനി എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. 12:20 ഇപ്പോൾ ഇനി 1 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് കുളിച്ച് നിൽക്കണം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കിടന്നു. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മേക്കപ്പ് ചെയ്യുന്ന ആളെത്തിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വെഡ്ഡിങ് ലെഹങ്ക. മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ബ്ലൗസൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ലെഹങ്ക ഞാൻ ഇപ്പം എന്തായാലും ഇടുന്നില്ല, അത് ലാസ്റ്റ് ഇടാമെന്ന് കരുതി. അതിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇട്ട് നിന്നാൽ ശരിയാവില്ല. അങ്ങനെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ലെൻസായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ലെൻസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നല്ല ടാസ്ക് ആയിരുന്നു. കണ്ണിന്നൊക്കെ ഫുള്ള് വെള്ളം വന്നിട്ട് ഇറിറ്റേഷനും ഒക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു പോയി. മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒന്നാമത് ചാർജും തീർന്നു, രണ്ടാമത് ഞാൻ ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കുറച്ചെങ്കിലും ഉറങ്ങിയത്. അങ്ങനെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയർ ഞാൻ കഴിച്ചിട്ടിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ആദ്യം ചെയ്യണമെന്ന് കരുതിയത് മെസ്സി ബ്രൈഡ് ആയിരുന്നു. ഞാൻ വിയർ ചെയ്യുന്നത് ഒരു ലെഹങ്ക ആയതുകൊണ്ട് കുറച്ച് ബോൾഡ് ലുക്ക് കൊടുക്കാമെന്ന് കരുതി. ഹെയറും അതുപോലെ മെസ്സി ബ്രൈഡ് ആക്കണ്ടെന്ന് കരുതി. അതൊരു സാരിക്കാണ് കുറച്ചുകൂടി മാച്ച് ആവുകയെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഓപ്പൺ ഹെയറിലേക്ക് മാറി. അങ്ങനെ മേക്കപ്പും ഹെയറും ഒക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും നേരിട്ടാണ് കുറച്ചുകൂടി ഇതിൻ്റെ ആ ഒരു ലുക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ മേക്കപ്പ് മൊത്തം കഴിയുമ്പോഴത്തേക്ക് 4:30 ആയിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് തുടങ്ങി 4:30 ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ അമ്മയ്ക്കും പിന്നെ റിലേറ്റീവ്സിനും കൊടുക്കാമെന്ന് കരുതി. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് ഉറക്ക് വന്നിട്ട് ഒരു രക്ഷയുമില്ല. ഞാനാണെങ്കിൽ ഒന്നും കഴിക്കാതെയാണ് മേക്കപ്പിന് ഇരുന്നത്. അതുകൊണ്ട് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ്. ചായയും ചെറുതായിട്ട് 2-3 ബ്രെഡും, അത്ര തന്നെ. വളയിടാൻ മറന്നുപോയി ഗൈസ്. ഇപ്പോൾ ഓർമ്മ വന്നു, വളയും ചെരുപ്പൊക്കെ ഇടാൻ. പിന്നെ അമ്മേനെ മേക്കപ്പ് ചെയ്യട്ടെ, ചെയ്യിപ്പിക്കട്ടെ. ഞാൻ ഫ്ലവർ ഇന്നലെ ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തില്ല എന്ന് പറയാം. ഇനി അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും, അത് കാണിച്ചിട്ടാണ് ഫ്ലവർ. ഇതാണ് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ. അതിനി എനിക്ക് എന്തായാലും യൂസ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന് കരുതി. നേരത്തെ തല ഓക്കെ ഫൈൻ. അങ്ങനെ ഇത് നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് പോവുകയാണ്. അതായത് രാവിലെ തന്നെ ചോറ് കഴിച്ചിട്ട് വേണം ബ്രൈഡ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഞാനിങ്ങനെ കരുതുക, രാവിലെ തന്നെ ആർക്കും ഇങ്ങനെ ചോറൊക്കെ കഴിക്കാൻ പറ്റുകയെന്ന്. എന്തായാലും ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അമ്മേൻ്റെ ഈ സാരിയൊക്കെ ഞാനാട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തത്. ബാക്കിൽ പിള്ളേർ സെറ്റൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കസിൻസും പിള്ളേഴ്സും എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ബാക്കി എല്ലാവരും ബസ്സിന് തൊട്ട് പിറകിൽ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരികയുള്ളൂ. തലേന്നുള്ള ഡാൻസ് പരിപാടിക്ക് ഞങ്ങളെ ഒച്ചയും ബഹളവും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ സൗണ്ട് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വോയിസ് ഓവറൊക്കെ വളരെ കുറവാണ്. പിന്നെ ഓൺ വോയിസ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ച് നിന്നതാണ്. ഞാൻ വീഡിയോയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ കത്തി അടിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നു. ചോറ് കഴിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പിടിക്കാം, കാല് പിടിക്കൽ ചടങ്ങ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വിളക്കും അരിയും ഇലയും അങ്ങനത്തെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. മെയിൻ സാധനം ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് അടക്കയും വെറ്റിലയും. അങ്ങനെ കാല് പിടിക്കൽ ചടങ്ങിൽ ആദ്യമായിട്ട് ഞാൻ അച്ഛമ്മേൻ്റെ കാലാണ് പിടിച്ചത്, പിന്നെ എൻ്റെ കുഞ്ഞമ്മേൻ്റെ. അതിൻ്റെ കൂടെ ഇവർക്ക് 2 പേർക്കും ഞാൻ ഉമ്മയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കാലാണ് ഞാൻ പിടിക്കുന്നത്. ഇവരെ 4 പേരെയും കാല് പിടിച്ച സമയത്ത് മാത്രമേ എനിക്ക് സങ്കടം വന്നിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4 പേരാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചവർ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്.
അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ വീടിനോടും നാടിനോടും ആൾക്കാരോടും ഒക്കെ. അങ്ങനെ പേരാമ്പ്ര എത്തിയപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ മാലയും ബൊക്കയും ഒക്കെ നമ്മൾ പേരാമ്പ്ര ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഞങ്ങളുടെ കാറിലാണ് അത് കൊണ്ടുവരുന്നത്. ഇവർ ബസ്സിന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടൈം ആവും. അതുകൊണ്ട് ഞങ്ങളെ വണ്ടി തന്നെ കൊണ്ടുപോകാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് എന്തോ വാങ്ങേണ്ടിയിട്ട് ഇവർ രണ്ടാളും ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എന്നോട് മറന്നുപോയി. അങ്ങനെ ഇതാ നമ്മൾ ബൈപ്പാസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബൈപ്പാസ് കയറാൻ പോവാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ വണ്ടി ഇതാ ഞങ്ങളുടെ മുന്നിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 2 വണ്ടിയിൽ കസിൻസ് വന്നതാണ്. ഞങ്ങൾ ആദ്യത്തെ വണ്ടിയിലും വന്നു, അവരടുത്ത വണ്ടിയിൽ. ദോണ്ടിലവന്മാർ. അങ്ങനെ ഇതാ ഗൈസ് നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബേബി ബീച്ചിൻ്റെ അടുത്താണ് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ബേബി ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള മസ്കോട്ട് ബീച്ച് റിസോർട്ട്. ഞങ്ങൾ അവിടേക്ക് ഇതാ കയറാൻ പോവുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. അപ്പോൾ ഇതാണ് കസിൻസിൻ്റെ ഡ്രസ് കോഡ്. ഗേൾസ് സൈഡ് നമ്മൾ ഇന്ന കളറൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഏകദേശം ബ്രൈഡിനോട് അടുത്ത കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കുറച്ചുകൂടി രാത്രിയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോൺസൊക്കെ തിളങ്ങാൻ തുടങ്ങുക. പകലായതുകൊണ്ട് ഇതിൻ്റെ അത്ര തിളക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നേരത്തെ ടൈം ഇല്ലാത്തതുകൊണ്ട് ബൊക്കയും മാലയും നമ്മൾ അതേപോലെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഗൈസ് പിള്ളേരൊക്കെ ഡാൻസ് പ്രാക്ടീസിലാണ്. എനിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വേർത്ത് മേക്കപ്പ് പോകുന്ന സീനുള്ളത് കൊണ്ട് ഞാൻ കാറ് കയറിയിരുന്നു. ഇവിടെ ഓരോരുത്തർ കാര്യമായിട്ടുള്ള സ്റ്റെപ്പ് പഠനത്തിലാണ്. അതാ നമുക്കൊന്നും വെൽക്കം ഡ്രിങ്ക്സ് ഇല്ല ഗൈസ്, നമ്മൾ നേരത്തെ എത്തിപ്പോയത് കൊണ്ട്. ഇനി പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം വേണം ഞങ്ങൾക്ക് അവിടെ കയറി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ. ഇത് അവിടുന്ന് 2 അതാ കളിക്കുന്നത്. അങ്ങനെ ഇതെല്ലാവരും ഡാൻസ് പ്രിപ്പറേഷനിലാണ്. ഇത് സ്റ്റേജ് ഡാൻസ് ആണ്. നമ്മുടെ എൻട്രി ഡാൻസും സ്റ്റേജ് ഡാൻസ് വേറെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ടാണ് വെൽക്കം ഡ്രിങ്ക്സ് അവിടെ കൊണ്ടുവച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ കണ്ടതുകൊണ്ട് അവരപ്പം തന്നെ പിന്നെ എടുത്തു കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും പേളി എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഡാൻസിൻ്റെ ബാക്കി പാർട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. എല്ലാവരും അവിടെയും ഇവിടെ ആയതും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. സോ അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുല്ല ഞങ്ങൾ എക്സ്ട്രാ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതും കൂടി ഞങ്ങളുടെ കാറിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വന്നിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തു വെച്ചത്. പിന്നെ എനിക്ക് വേണ്ടി ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാട്ടോ വന്നത്. അതും കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തൽക്കാലം നിങ്ങൾ അതെടുത്തോ, ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം, എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എൻട്രീൻ്റെ ടൈമായി. ഞങ്ങൾ കുറച്ച് ലേറ്റായി. കാരണം എല്ലാവരും കൂടി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ട് വേണം ഡാൻസ് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം ഞങ്ങൾ എൻട്രി ഡാൻസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫർ വന്നിട്ട് എൻ്റെ സെപ്പറേറ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 2നും ടൈം കിട്ടാണ്ടായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണച്ചക്കൻ നിതിൻ ജ്യൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ എത്തിയെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എൻട്രീൻ്റെ ടൈം ആയിട്ടുണ്ട്. ഞാൻ പിള്ളേരെ എല്ലാവരും സെറ്റ് ആക്കുകയാണ്. എല്ലാവരും ബേക്കിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു എൻട്രി ഡാൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം സോങ്ങും ഒക്കെ കാര്യം സെറ്റാണോ എന്നൊക്കെ നോക്കുകയാണ്. എല്ലാവരും ഇല്ലേന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡാൻസിലേക്ക് കളിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇത് ഞാൻ കുറച്ച് ഷോർട്സ് മാത്രം ഇതിൽ ആഡ് ചെയ്യാം. ഇത് ലോങ് വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ എൻട്രി ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൈഡോട്ടേക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ ചാച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവനും കൂടി വന്നിട്ട് വേണം ഞങ്ങൾക്ക് സ്റ്റേജിലോട്ട് കയറാൻ.
സാധാരണ താലി കെട്ടുന്ന സമയത്ത് പെണ്ണിന്റെയും ചെക്കൻ്റെ അച്ഛന്മാരാണ് സ്റ്റേജിലുണ്ടാവുക. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വേണമെന്ന് നല്ല നിർബന്ധമുണ്ട്. അമ്മയും അച്ഛനും കൂടിയിട്ടാണല്ലോ മക്കൾ ഉണ്ടാവുക. അപ്പോൾ അവരുടെ വിവാഹം കാണാൻ രണ്ടുപേർക്കും ഒരേപോലെ സ്റ്റേജിൽ കയറാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആചാര അനുഷ്ഠാനം അങ്ങനത്തെ കാര്യത്തിനോടൊന്നും എനിക്ക് വലിയ ഇതില്ല. എന്നാലും ഞങ്ങളുടെ ചടങ്ങ് ഞങ്ങൾ വിചാരിച്ച പോലെ നടക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ മിസ്സിസ് നിതിനാണ്. എല്ലാവരെയും കൂടെയുള്ള ചറബറ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള നിപ്പാണ് കേട്ടോ ഇത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ചത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറമുള്ള കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോവാണ് കേട്ടോ. അതായത് പിന്നെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റി ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലത്തേക്ക്. അത്ര നേരമായിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈമ് കുടിക്കാമെന്ന് കരുതിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഗൈസ്, ഇനി കണ്ടില്ല എന്ന് പറയരുത്, ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് റിംഗ്. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി വേറൊരു പരിപാടി ഉണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചു. നേരത്തെ എൻട്രി ഡാൻസ് കഴിഞ്ഞിട്ട് താലി കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്റ്റേജ് ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് ഡാൻസ് കളിക്കാൻ പിന്നെ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം താലി കെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഡാൻസ് സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അതാണ് ഇതൊക്കെ കട്ട് ചെയ്ത് ഇടുന്നത്. പിന്നെ ചിലതിലൊക്കെ ഞാൻ കുറച്ച് തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണ പരിപാടികൾ ഏകദേശം ഒക്കെ കഴിഞ്ഞു. ഇവരിതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനു മുന്നേ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ ഇത് എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ അവരെയൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടുകാർ വന്ന ബസ്സാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കസിൻസൊക്കെ പിന്നെ വണ്ടി എടുത്ത് വന്നതുകൊണ്ട് അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ പോവും. അങ്ങനെ അവസാനം അവരും പോയതിനു ശേഷം ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ചാച്ചുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കല്യാണ തിരക്കായതുകൊണ്ട് ഇവനും ഞാനും എല്ലാവരും ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. എൻ്റെ കണ്ണിലാണെങ്കിൽ ഉറക്കക്ഷീണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ അപ്പോഴത്തേക്ക് സൈഡായിട്ടുണ്ട്. എനിക്കൊന്നിനും വയ്യായിരുന്നു. പോയിട്ട് ഒന്ന് കിടന്നുറങ്ങണം എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. മാല എടുത്ത് ഡിക്കിയിൽ വെച്ചിട്ട് ബൊക്കെ ഞാൻ എൻ്റെ കൈ പിടിച്ചാണ്. പിന്നെ ഏതോ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാലയും ബൊക്കയും ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിച്ചതാണ്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഇറ്റാലത്തെ ഗാർലൻഡ് വേണ്ടാന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കുറേ പിൻട്രസ്റ്റിൽ കുറേ സെർച്ച് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാലൊക്കെ കഴുകി വിളക്കൊക്കെ പിടിച്ച് അകത്തേക്ക് പോകുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ എല്ലാവരെയും കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ഇത് ചാച്ചുവിന്റെ അച്ഛനാണ്, ഇത് അമ്മയാണ്. അങ്ങനെ അരിയിടൽ ചടങ്ങിന് ശേഷം പഴമൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ്. ഇതെന്താ എന്തിനാന്നൊന്നും അറിയില്ല, അതൊരു ചടങ്ങാണ്. പണ്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ. അതായത് പെണ്ണിന്റെ ചെക്കൻ്റെ കയ്യിൽ പഴം കൊടുക്കും, എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിക്കുക, അത്ര തന്നെ. അങ്ങനെ മേക്കപ്പ് ഒക്കെ കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഒറിജിനൽ കോലത്തിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. ഒരു 5-6 ദിവസമായി കിടന്നുറങ്ങിയിട്ട്. എന്തായാലും വെഡ്ഡിങ് വ്ലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.